ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം താമോരീം സർവപാപഘ്നം പ്രണതോസ്മി ദിവാകരം. ഇന്ന് നമ്മൾ ദർശനം നടത്താൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിക്കടുത്തുള്ള ഇരവിമംഗലം എന്ന സ്ഥലത്തെ ആദിത്യപുരം സൂര്യദൈവ ക്ഷേത്രത്തിലേക്കാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദിത്യ ക്ഷേത്രമാണിത്. സൂര്യനാരായണ ഭഗവാൻ പ്രധാന മൂർത്തിയായി വരുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിവിടം. ഉപദേവതകളായി ദുർഗാ ഭഗവതി, ധർമ്മശാസ്താവ്, യക്ഷിയമ്മ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. മരങ്ങാട്ടുമന എന്ന കുടുംബത്തിൻ്റെ വകയാണ് ഈ ക്ഷേത്രം. ഞായറാഴ്ചയാണ് ക്ഷേത്രത്തിലെ പ്രധാന ദിവസം. ക്ഷേത്രത്തിനെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. ഒരിക്കൽ കബിക്കാട് മരങ്ങാട്ടുമനയിലെ നമ്പൂതിരി സൂര്യദേവനെ പ്രസാദിപ്പിക്കാനുള്ള ധ്യാനം നടത്തി. അദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ സംതൃപ്തനായി സൂര്യദേവൻ പ്രത്യക്ഷപ്പെടുകയും ആ സ്ഥലത്ത് ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അന്നു മുതൽ പതിവ് പൂജകളും അനുഷ്ഠാനങ്ങളും ആരംഭിച്ചു. നിലവിൽ മരങ്ങാട്ടുമനയിലുള്ളവർക്കാണ് താന്ത്രിക സ്ഥാനം. ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകത ഇവിടെ നവഗ്രഹ പ്രതിഷ്ഠ ഇല്ല എന്നുള്ളതാണ്. പ്രത്യേക രീതിയിലുള്ള സൂര്യവിഗ്രഹമാണ് ഇവിടെയുള്ളത്. ധ്യാനത്തിലിരിക്കുന്ന സൂര്യദേവന്റെ വിഗ്രഹം എണ്ണ വലിച്ചെടുക്കുന്ന പ്രത്യേക ശിലയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. എണ്ണ അഭിഷേകം കഴിഞ്ഞാൽ പിന്നെ വിഗ്രഹത്തിൽ എണ്ണയുടെ ഒരംശം പോലും കാണുവാൻ സാധിക്കില്ല. ആദിത്യ ഭഗവാന്റെ ശ്രീകോവിലിനോട് ചേർന്ന് കിഴക്കോട്ട് ദർശനമായി ദുർഗാ ഭഗവതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. രക്തചന്ദനമാണ് ഇവിടെ പ്രസാദമായി നൽകുന്നത് എന്നത് ഒരു സവിശേഷതയാണ്. മേടമാസത്തിലെയും വൃശ്ചിക മാസത്തിലെയും അവസാന ഞായറാഴ്ച ഇവിടെ കാവടി ഉത്സവമായി ആഘോഷിക്കുന്നു. സൂര്യൻ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്ന മേടമാസത്തിലെ കാവടിക്കാണ് പ്രാധാന്യം. സന്താന പരമ്പരയുടെ ശ്രേയസ്സിനും രോഗശാന്തിക്കും വളരെ വിശേഷമാണ് കാവടിയെടുക്കൽ. രോഗശാന്തി, ആരോഗ്യം, ബുദ്ധി ഇവയുടെ വികാസം എന്നിവയാണ് ആദിത്യ ഭജനത്തിൻ്റെ ഫലം. ത്വക്ക് രോഗങ്ങൾ മാറുന്നതിന് ഇവിടുത്തെ രക്തചന്ദന പ്രസാദം വിശേഷമാണ്. കണ്ണീരിൻ്റെ അധീശ ദേവതയായി സൂര്യനെ കണക്കാക്കുന്നു. അതിനാൽ നേത്രരോഗ നിവാരണത്തിന് ആദിത്യ ഭജനം ഉത്തമമാണ്. സൂര്യൻ്റെ ദിവ്യമായ തേജസ് നമ്മുടെ ബുദ്ധിയെ ഉണർത്തട്ടെ എന്നാണ് ഗായത്രി മന്ത്രം അർത്ഥമാക്കുന്നത്. പുണ്യസ്ഥാനമായ ഈ സൂര്യക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർക്കെല്ലാം സകലവിധ ഐശ്വര്യവും ഉണ്ടാകുന്നു എന്നാണ് വിശ്വാസവും അനുഭവവും. ഉദയാസ്തമയ പൂജ, ആദിത്യ പൂജ, എണ്ണ അഭിഷേകം, ഭഗവതി പൂജ, നവഗ്രഹ പൂജ എന്നിവയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. സൂര്യൻ എന്നത് ഭാരതീയർക്ക് സത്യത്തിൻ്റെ, പരമമായ ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്. സൂര്യൻ്റെ ദിവ്യമായ തേജസ്സിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ തേജസ്സിനെ വേദവും ഉപനിഷത്തുകളും സ്തുതിക്കുന്നു.